ഹായ് ഫ്രണ്ട്സ്, ധനേഷ് സ്പീക്കിങ്ങിൻ്റെ എന്താ ഒന്നും പറയാൻ പറ്റുന്നില്ല. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെയുള്ള യാത്രകൾ വരുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പോയല്ലേ പറ്റൂ. അങ്ങനെ ഞാനും പറക്കുകയാണ് ഇനി വിദേശ മണ്ണിലേക്ക്. എന്ത് ചെയ്യാം, ജീവിതമല്ലേ അല്ലേ? എല്ലാവരും ഇതുപോലെയാണ്. ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളിലൊതുക്കിയാണ് ഓരോ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നത്. എല്ലാം ഒന്നിനു വേണ്ടി, ജീവിക്കാൻ വേണ്ടി അല്ലേ, ഒരു കരുതൽ. അപ്പോൾ അങ്ങനെ യാത്രയാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് യാത്ര. നേരെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നേരെ ഷാർജ, ദുബായിലാണ് പോകുന്നത്. നേരെ ഷാർജ എയർപോർട്ടിലേക്ക് വന്നെത്തി. രാത്രി 1:30 ഫ്ലൈറ്റിന് കയറി. അങ്ങനെ വെളുപ്പിനെ 5:30 ആയപ്പോഴത്തേന് ഷാർജ മണ്ണിലേക്ക് വരികയാണ് സുഹൃത്തുക്കളെ. പറന്നു പോവുകയാണ്. നൈറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. എങ്കിലും വിൻഡോ സീറ്റാണ് കിട്ടിയത്. എങ്കിലും വലിയ കാഴ്ചകളൊന്നും കാണാനും പറ്റിയില്ല. ഇങ്ങനെ ചിന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ നേരത്തൊന്നും പറ്റിയില്ല. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ ഷാർജയുടെ മണ്ണിലേക്ക് പറന്നിറങ്ങുന്നു. അവിടുന്ന് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. നമ്മുടെ സ്വന്തം ഒരു അണ്ണനുണ്ടായിരുന്നു. അണ്ണൻ പിക്ക് ചെയ്യാൻ വന്നു. അണ്ണൻ നമ്മുടെ കമ്പനിയിലെ വണ്ടി കിടക്കുന്നിടത്തേക്ക് എന്നെ കൊണ്ടുവിട്ടു. അവിടുന്ന് കമ്പനി വകയുള്ള റൂമിലേക്ക് പോകും. നാടും വീടും വീട്ടുകാരെയും എല്ലാവരെയും വിട്ടു പിരിയുന്നതിൻ്റെ വിഷമം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കൊലകാമ എനിക്കും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? സകല ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം ഉള്ളിൽ നോക്കി ഒരു പ്രവാസ ജീവിതം. എന്ത് ചെയ്യല്ലേ? ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ജീവിച്ചല്ലേ പറ്റൂ അല്ലേ? അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇനി മുന്നോട്ട് ഓരോ നിമിഷങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, വാക്കുകളില്ല. ഒരു കൊച്ചു എയർപോർട്ടാണ് ഷാർജ. എല്ലാവർക്കും പോയവർക്കൊക്കെ അറിയാമായിരിക്കും. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കുഞ്ഞു വ്ളോഗാണ്, നിർത്തിയിരിക്കുന്നു.